ഹായ് നമസ്കാരം. നമ്മുടെ ഓണക്കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുക്കിയിരിക്കുന്ന മുളക് കൃഷിയാണിത്. നമ്മൾ ഓണത്തിനോടനുബന്ധിച്ച് ആദ്യം തൈകൾ നട്ടത് മുളകായിരുന്നു. അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ വിളവെടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഈ മുളക് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മുളകുകളിൽ ഏറ്റവും കൂടുതൽ വിഷം അടിച്ചായിരിക്കും, അതായത് അമിതമായിട്ടുള്ള കീടനാശിനി പ്രയോഗത്തിലൂടെയാണ് മുളക് ഉൽപ്പാദനം നടത്തി നമ്മുടെ കേരളത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പം ഒരു പരിധിവരെ നമ്മുടെ കൃഷിയിടത്തിൽ നമ്മൾ മുളകുകൾ നട്ട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അല്പം വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് കഴിക്കാൻ കഴിയും. ഇവിടെ നമ്മൾ ഏകദേശം 100 മൂടോളം ചട്ടികളിൽ, ഇതേപോലെയുള്ള ചട്ടികളിലാണ് നമ്മളെപ്പോഴും മുളക് തൈകൾ നടാറുള്ളത്. നല്ല രീതിയിലുള്ള വിളവും ലഭിക്കാറുണ്ട്. നല്ല രീതിയിൽ പരിപാലിച്ചു കഴിഞ്ഞാൽ ഏകദേശം 1 വർഷത്തോളം നമുക്ക് തുടർച്ചയായിട്ട് വിളവ് തരുന്ന ഒരു കാർഷിക വിള തന്നെയാണ് നമ്മുടെ കാരിമുളക്. പിന്നെ ഇതിന് അല്പം സമയം വിളവെടുക്കുന്നതിനായിട്ടൊക്കെ അല്പം സമയം കൂടുതൽ ആവശ്യവും സമയവും അതുപോലെ തന്നെ ക്ഷമയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിളവെടുക്കാൻ കഴിയത്തുള്ളൂ. കുറച്ച് സമയം എടുത്തായാലും നമ്മൾ ഈ വിളവെടുത്തു കഴിഞ്ഞാൽ കർഷകന് മാന്യമായ വില ലഭിക്കുകയാണെങ്കിൽ മുളക് കൃഷി എന്തുകൊണ്ടും ആദായകരമാണ്. അപ്പോൾ നമ്മുടെ ഓണസമൃദ്ധിയിൽ, നമ്മുടെ ഓണക്കൃഷിയിൽ, ഓണവിപണിയിലേക്ക് ആയിട്ടുള്ള മുളക് കൃഷിയുടെ ഒരു ചെറിയ തോട്ടമാണിത്. അപ്പം എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.